Hello, it's me KP Rashik. ഇന്ന് നമ്മൾ നോക്കുന്നത് ടാലി പ്രൈമിൽ എങ്ങനെ അസറ്റ് റെക്കോർഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. സോ അത് പറയാം. നമ്മളിവിടെ 2 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് പർച്ചേസ്ഡ് ഓഫീസ് ഫർണിച്ചർ ഫ്രം റോയൽ ഫർണിച്ചർ ഫോർ റുപ്പീസ് 1 lakh പ്ലസ് 12% GST. ഓക്കെ, ഒരു GST രജിസ്ട്രേഷൻ ഉള്ള റോയൽ ഫർണിച്ചർ എന്നുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട് ഒരു ഫർണിച്ചർ വാങ്ങിയിട്ടുണ്ട്. സപ്പോസ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്ന, ഫോർ എക്സാമ്പിൾ സ്റ്റേഷനറി സാധനങ്ങളെല്ലാം വിൽക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് കരുതുക. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫർണിച്ചർ എന്നുള്ളത് ഒരു അസറ്റ് ആണ്. നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫർണിച്ചർ വാങ്ങുന്നില്ല. ഓക്കെ, അതുപോലെ രണ്ടാമത്തെ ഓപ്ഷന് നമ്മളൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഓഫീസ് യൂസിന് വേണ്ടിയിട്ട്. ഓക്കെ, അത് 10 lakh റുപ്പീസിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. ഓക്കെ, ഇതിന് നമുക്കറിയാം ഇമൂവബിൾ പ്രോപ്പർട്ടിക്ക് GST ചുമത്തില്ല. സോ നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാൻ GST കൊടുക്കേണ്ടതില്ല. അപ്പോൾ ഈ രണ്ടും എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. സോ നമുക്ക് ടാലിയിലേക്ക് നോക്കാം. ഇവിടെ ടാലിയിൽ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരെ വൗച്ചറിലേക്ക് പോവാണ്. സോ വൗച്ചറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ആണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ GST കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് GST കൊടുത്തത് കൊണ്ട് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, GST അസറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ആ ഇൻപുട്ട് ടാക്സ് നിങ്ങൾക്ക് ഡിപ്രീസിയേഷൻ്റെ രീതി അഥവാ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ GST കൂടെ എമൗണ്ടിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യും. 2 രീതിയിലും വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, 2 ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. ഫിക്സഡ് അസറ്റ് ചെയ്യുമ്പോൾ നമ്മളിവിടെ GST ക്ലെയിം ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ടാലിയാണിത്. ടാലിയിൽ ഫസ്റ്റ് ആണ് നമ്മൾ പർച്ചേസിലാണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് GST ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, ഈ പർച്ചേസിൽ റെക്കോർഡ് ചെയ്താലേ നമുക്ക് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേ ആവുള്ളൂ. ഓക്കെ, നമുക്ക് ഒരു പക്ഷേ നിങ്ങൾ പർച്ചേസ് എന്നുള്ള സ്ക്രീൻ എടുക്കുമ്പോൾ ഈ ഒരു ഐറ്റം ഇൻവോയ്സിലാണ് വന്നത് എങ്കിൽ നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. കാരണം ഈ ഒരു മോഡ് നമ്മൾ ഐറ്റം ഇൻവോയ്സ് നമ്മൾ ചെയ്യുക നമ്മളുടെ സാധനങ്ങൾ നമ്മൾ ഡീൽ ചെയ്യുന്ന ഗുഡ്സ് ട്രേഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഐറ്റം ഇൻവോയ്സ് ഉപയോഗിക്കുക. സോ ഞാനിവിടെ ചേഞ്ച് മോഡ് എന്നുള്ളിടത്ത് നിന്ന് അക്കൗണ്ടിങ് ഇൻവോയ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. സപ്പോസ് സപ്ലർ ഇൻവോയ്സ് നമ്പർ 123 എന്ന് കൊടുത്തു, ഡേറ്റ് 1 April. പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റോയൽ ഫർണിച്ചർ എന്നുള്ള പാർട്ടിയുടെ അടുത്ത് നിന്നാണ് നമ്മൾ ഫർണിച്ചർ വാങ്ങിയത്. സോ ഞാനത് കോപ്പി ചെയ്യുന്നു, ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു, റോയൽ ഫർണിച്ചർ. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്, സൺട്രി ക്രെഡിറ്റർ ആണ്. അവർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്, കേരളത്തിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്ട്രേഷൻ ടൈപ്പ് റെഗുലർ ആണ്. GSTIN ഉണ്ട്, അത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു, കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഓക്കെ, അത് ആക്സെപ്റ്റ് ചെയ്തു, ഇത് ആക്സെപ്റ്റ് ചെയ്തു, ഇതും ആക്സെപ്റ്റ് ചെയ്തു. സോ ഒരു ലെഡ്ജർ റോയൽ ഫർണിച്ചർ എന്നുള്ള ഒരു ലെഡ്ജർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഓഫീസ് ഫർണിച്ചർ എന്നുള്ള ഒരു ലെഡ്ജർ ആണ്. ഓഫീസ് ഫർണിച്ചർ എന്നുള്ളത് കോപ്പി ചെയ്യുന്നു, Alt+C പ്രസ് ചെയ്തുകൊണ്ട് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് സംബന്ധിച്ച് നമ്മുടെ ഇത് ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, ഫിക്സഡ് അസറ്റിന് GST ആപ്ലിക്കബിൾ ആണ്, സെറ്റ് ചെയ്യണം. ഓക്കെ, യെസ് കൊടുത്തു. അസറ്റ് എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കൊടുത്തു. അതുപോലെ HSN കോഡ് ഉണ്ടാവും, സപ്പോസ് ഇതാണെന്ന് കരുതുക, അത് കൊടുത്തു. നോട്ട് ആപ്ലിക്കബിൾ. ഇവിടെ ടാക്സബിൾ ആണ്. എത്ര പെർസെൻറ്റേജ് ആണ്? 12% ആണ്. സോ 12% എന്ന് കൊടുത്ത് 6% വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഗുഡ്സ് ആണ്, ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് ആണ്. ഓക്കെ, ബാക്കി എല്ലാം നമ്മൾ സേവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഓഫീസ് ഫർണിച്ചർ എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ 1 lakh റുപ്പീസ് കൊടുത്തിട്ടാണ് വാങ്ങിയത്. സോ 1 lakh എന്ന് എൻ്റർ ചെയ്തു. ഇനി നമ്മൾ വേണ്ടത് CGST SGST ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. നമ്മൾ റോയൽ ഫർണിച്ചർ ബില്ല് തന്നപ്പം റോയൽ ഫർണിച്ചർ GST കേരളത്തിൽ രജിസ്ട്രേഷൻ ഉള്ള പാർട്ടി ആയതുകൊണ്ട് അവർ നമുക്ക് ബില്ല് തന്നപ്പം CGST SGST ആണ് ചുമത്തിയത്. സോ നമ്മൾ CGST SGST ആണ് നമ്മൾ പർച്ചേസിൽ റെക്കോർഡ് ചെയ്യുന്നത്. അതാണ് നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യേണ്ടത്. സോ ഞാനിവിടെ CGST എന്നുള്ളത് ലെഡ്ജർ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം 1 lakh റുപ്പീസിൻ്റെ 6% 6000 റുപ്പീസ് ഇവിടെ റെക്കോർഡഡ് ആയിട്ടുണ്ട്. ഇനി SGST റെക്കോർഡ് 6000 റുപ്പീസും അത് റെക്കോർഡ് ആയിട്ട് 1,12,000 ഇവിടെ ടോട്ടൽ റെക്കോർഡ് ആയിട്ടുണ്ട്. സോ ഫസ്റ്റ് കൗണ്ട് നമ്മളിവിടെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നമ്മൾ അപ്പാർട്ട്മെന്റ് വാങ്ങിയതാണ് നമ്മൾ, അതായത് റോയൽ അപ്പാർട്ട്മെന്റ് നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് സെയിൽ ചെയ്തിട്ടുണ്ട്. റോയൽ അപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അപ്പാർട്ട്മെന്റ് സെയിൽ ചെയ്യുമ്പോൾ അവർ GST കളക്ട് ചെയ്യേണ്ടതില്ല. ഓക്കെ, എല്ലാ അപ്പാർട്ട്മെന്റിന്റെ എല്ലാ അപ്പാർട്ട്മെന്റിന്റെ ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷമാണ് നമ്മൾ വാങ്ങുന്നത് എങ്കിൽ അഥവാ അവർ സെയിൽ ചെയ്യുന്നത് എങ്കിൽ അവർ GST കളക്ട് ചെയ്യേണ്ടതില്ല. സോ നമ്മൾ GST എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല. നമ്മൾ 10 lakh റുപ്പീസ്
കോസ്റ്റ് മാത്രമാണ് കൊടുത്തത്, GST ഒന്നും കൊടുത്തിട്ടില്ല. സോ ഈ ഒരു എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത് പർച്ചേസിലല്ല, കാരണം പർച്ചേസിൽ നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജേണലാണ് ചെയ്യുക. F7 ജേണൽ എടുക്കുന്നത്. ഓക്കെ, നമുക്ക് ജേണലിൽ ഇവിടെ റിയൽ അക്കൗണ്ട് ആണ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വരുന്നത് അപ്പാർട്ട്മെന്റ് ആണ്. സോ ഞാനിവിടെ അതുപോലെ നമ്മൾ ക്രെഡിറ്റ് ഓക്കെ, നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് അസറ്റ് ആണ്. സോ ഞാനിവിടെ അസറ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ എന്താണ് അപ്പാർട്ട്മെന്റ് ആണ് വാങ്ങിയത്. സോ ഞാൻ അപ്പാർട്ട്മെന്റ് എന്നുള്ള ഒരു ലെഡ്ജർ ഫിക്സ്ഡ് അസറ്റിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുന്നു. നോട്ട് അപ്ലിക്കബിൾ ആണ്, നോട്ട് അപ്ലിക്കബിൾ കൊടുത്തു. ഓക്കെ, അത് സേവ് ചെയ്തു. എത്ര? 10 lakh റുപ്പീസിനാണ് നമ്മൾ വാങ്ങിയത്. 10 lakh റുപ്പീസിന് നമ്മൾ വാങ്ങി. 2 എന്നുള്ളത് സംബന്ധിച്ചിടത്തോളം നമ്മൾ റോയൽ അപ്പാർട്ട്മെന്റ് എന്നാണ് വാങ്ങിയത്. അൾട്ട് സി പ്രസ് ചെയ്തുകൊണ്ട് റോയൽ അപ്പാർട്ട്മെന്റ്സ് എന്നുള്ള ഒരു സൺട്രി ക്രെഡിറ്റേഴ്സിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. സൺട്രി ക്രെഡിറ്റേഴ്സ് റോയൽ അപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, അവർക്ക് GST രജിസ്ട്രേഷൻ ഇല്ല. ഓക്കെ, രജിസ്ട്രേഷൻ ഒന്നുമില്ല. ഞാനത് ഓക്കെ കൊടുക്കുന്നു. 10 lakh റുപ്പീസ് നമ്മളിവിടെ റെക്കോർഡ് ചെയ്തു. അപ്പോൾ 2 ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസ് ഒന്ന് എടുത്തു നോക്കാം. GSTR 3B റിപ്പോർട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് പർച്ചേസിൽ കൊടുത്ത 6,000 അഥവാ ഓഫീസ് ഫർണിച്ചർ വാങ്ങിയ GST നമുക്ക് എലിജിബിൾ ആണ്. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. എലിജിബിൾ ITCയിൽ 6,000 കാണാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് അസറ്റ് ടാലി പ്രൈമിൽ റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഈ വീഡിയോ കണ്ടിട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.